ഈ വിഷയത്തിലെ ചില രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് അപമാനമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഗവർണർ ലക്കും ലഗാനുമില്ലാതെ അഴിഞ്ഞാടുന്നു. ഗവർണറെ കേന്ദ്രം തിരികെ വിളിക്കണമെന്നും EP ജയരാജൻ ആവശ്യപ്പെട്ടു. അതേസമയം ഗവർണർ സർക്കാർ പോര് രാഷ്ട്രീയ നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടക്കുന്നതായി കേന്ദ്രമന്ത്രി V മുരളീധരനും പ്രതികരിച്ചു. ഒരു അധികാരവുമില്ലാത്ത സ്ഥാനമാണ് ഗവർണർ. യഥാർത്ഥത്തിൽ ഗവർണർ പദവി ആവശ്യമില്ലാത്തതാണ്. ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ഒരു ലക്കും ലഗാനുമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ടോ? ഇത് ഞാൻ ചോദിക്കുന്നത് എത്ര നാളായി ഈ രാഷ്ട്രീയ നാടകം കേരളത്തിൽ നടക്കുന്നു? ഇത് നാടകമല്ലാതെ പിന്നെ എന്താണുള്ളത്? ഗവൺമെൻറ് എപ്പോഴാണ് പ്രതിസന്ധിയിലാകുന്നത് അപ്പോഴെല്ലാം ഈ ഗവർണർ വേഴ്സസ് ഗവൺമെൻറ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ രണ്ടുപേരും, കണ്ടാൽ മിണ്ടില്ല, ഒരാൾ തിരിഞ്ഞു നിൽക്കും, ബൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? പറ്റിയാൽ അപായപ്പെടുത്താൻ അടക്കമുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് കാരണമെന്താ? CRPF വരും. കേരള പോലീസിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല കേരളത്തിലെ ഗവർണർ. അഴിമതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് ഗവർണർക്ക് മുന്നോട്ട് പോകാം.